നിങ്ങള് പൊട്ടിച്ചെന്നാ മതി. ഇനിയിപ്പൊ ഞാൻ പൊട്ടിച്ചിട്ട് അതാവണ്ടാച്ചിട്ടാ ഞാന്. അല്ലടി ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല എനക്ക്. ഇന്ന് ലീവാ? ഇല്ലെന്ന് ഇന്ന് ക്ലാസ് ഇല്ലേ, ഇന്ന് ലീവാണ്. ആ എടി എന്റെ നാത്തൂന് എവിടെ? ഓളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. വെജാ അറിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ എന്നും വെജായ എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിന് സൈഡും. ഇപ്പൊ ഞാൻ അതിന് പറഞ്ഞേന് എന്റെ അമ്മ എന്നോട് കണ്ടിക്കണു. ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞതാ. ഈ മരുക്കളൊക്കെ വരച്ച വരയില് നമ്മൾ നിർത്തണം. ഇല്ലാന്നുണ്ടെങ്കിലേ കുറച്ചുകൂടി കഴിഞ്ഞാല് ഓടി നമ്മളെ തലേന്ന് ഇറങ്ങും. പിന്നെ എന്റെ അമ്മക്ക് ഇപ്പൊ ഓളെ മാത്രം മതി, എന്നെ പറ്റുന്നില്ലല്ലോ. എന്ത് പറഞ്ഞാലും കുഞ്ഞോള് കുഞ്ഞോള് എന്നുള്ള ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്റെ അമ്മക്ക്. ഇപ്പൊ ഞാൻ എന്റെ അമ്മയോട് വർത്താനം പറഞ്ഞതിലേക്ക് മനസ്സിലായ കാര്യാട്ടത്. നോക്കി കണ്ടു നിന്നോ. വെറുതെ ഓളെങ്ങനെ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുത്താൻ നിക്കണ്ട. എല്ലാ പണികളും ചെയ്യിപ്പിച്ചോളും ഉണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ്. ഈ എന്താ ചെയ്യമ്മാരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഉമ്മാക്ക് ഓലെന്നെ വലുത്. പറഞ്ഞോട്ടെടി, ഇമ്മ ഓളെ ഭാഗം നിന്നോട്ടെ. ഇജ് ഓളായിട്ട് അതിനനുസരിച്ച് നിന്നാ മതിയല്ലോ. അപ്പൊ ഉമ്മാക്കേ കുറച്ച് കഴിഞ്ഞാൽ ഓളെ പറ്റി മനസ്സിലായിക്കോളും. ഇജ് ഇങ്ങനെ ഓളെ പറ്റിയിട്ട് ഓരോ കുത്തും കളി ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്താല് അപ്പൊ പിന്നെ എന്റെ ഭാഗത്ത് തന്നെ നിന്നോളും. ഇജ് ഈ പഠിക്കണ നേരത്ത് ഇപ്പൊ പണിയോട് എടുക്കാൻ നിക്ക പേരന്റെ ഉള്ളത്തെ. എന്റെ മകളെ കൊണ്ടൊന്നും ഞാൻ ഒരു പണിയോളും ഉടുപ്പിക്കലില്ല. എന്റെ കൂടെ തന്നെയല്ലേ ഷാന പഠിക്കണത്. നിന്റെ മരോളാണ് എല്ലാ പണിയോളും എടുക്കണത്. അതേപോലെ തന്നെ അനക്കും നിന്നൂടെ? ഞാനിപ്പോ എന്താ കാട്ടുക? ഞാൻ ഇപ്പൊ എന്താ കാട്ടണ്ടെന്നല്ല പറയേണ്ടത്. അനക്കിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ. അതേപോലെ ചെയ്താ മതി. നിങ്ങള് പറഞ്ഞ പോലെ ചെയ്തോക്കാം. ഏതാണ് വേണ്ടത്? ചെറുതാ വേണ്ട വലുതാ വേണ്ട? എടി ആ വലുത് പൊട്ടിച്ചോ, ചാറക്കാനൊന്നും ഇല്ല. അത് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. ആ വലുതന്നെ നോക്കിയിട്ടുണ്ട് പൊട്ടിച്ചാളാ. ഇന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചോളൂ. ഇപ്പൊ ഞാൻ എന്തിനാ പൊട്ടിക്കണത്? ഞാൻ ഇല്ല ഇവിടെ. ഞങ്ങൾ പൊട്ടിച്ചോളൂ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഞാൻ പൊട്ടിച്ചോളാം. ഇത് മതിയടി. ഇതാവുമ്പളേ തോനണ്ട് കറി വെച്ചക്ക. എന്നാ 2 ദിവസമാണ് കൂട്ടും ചെയ്യാലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചാറക്കാനൊന്നും ഉണ്ടാവലില്ല. കാക്കാക്ക് പണിയില്ലാതിരിക്കല്ലേ. പിന്നെ മീനാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കടം വാങ്ങലാണ്. അങ്ങനൊക്കെ ജീവിച്ചു പോണ. എന്തായാലും എന്റെ വാപ്പാന്റെ പോലെ ഗൾഫിലൊന്നും അല്ലല്ലോ ഇപ്പൊ എന്റെ മാപ്പിള. അത് കൊണ്ടേക്കോളി. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്താളാ. ഇപ്പൊ തന്നെ ഓളാണ്ട് വിളിച്ചെത്തിങ്ങാണ്ട് പണിയോളാണ്ട് എടുപ്പിച്ചാളാ. ഇമ്മ പറഞ്ഞിക്കണെന്ന് തന്നെ പറഞ്ഞാ മതി.